ഹായ് ഡിയേഴ്സ്, സ്റ്റിച്ച് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ഷോ ബട്ടനൊക്കെ വാങ്ങാൻ നല്ല റേറ്റാണ് അല്ലേ. അപ്പോൾ ഒരു ഷോ ബട്ടന് തന്നെ ചിലപ്പം 3 രൂപ 5 രൂപയൊക്കെ ആവും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരല്ലേ, അത്യാവശ്യം ഡിസൈൻ ചെയ്യുന്നവരുടെ കയ്യിൽ കുറച്ച് മുത്തുകൾ സ്റ്റോണും ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെയുള്ള ഷോ ബട്ടൺ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ പഴയ ഷർട്ടിൻ്റെ ബട്ടൺ, കുട്ടികളുടെ ഡ്രസ്സിലുള്ള ബട്ടൺ, ഇതിൽ നിന്നാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഷോ ബട്ടൺ എല്ലാം തന്നെ ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോ ബട്ടൺ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഈ നോർമൽ ബട്ടണിൽ ഇതുപോലെ അടിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. ഒരു 3-4 സ്റ്റിച്ച് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഷർട്ടിൽ ബട്ടൺ വയ്ക്കുമ്പോൾ നൂലിൻ്റെ അറ്റത്ത് കെട്ടിട്ടിട്ട് തുണിയിൽ കൂടെ കോർത്ത് ബട്ടണിൽ കൂടെ കോർത്തല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഹോള് കുറച്ച് വലുതായതുകൊണ്ട് നമ്മൾ നൂലിൽ കെട്ടിട്ടാലും അതിങ്ങനെ ഊരി വരും. അതുകൊണ്ടാണ് ഇതുപോലെ നൂലുകളെ തമ്മിൽ കൂട്ടിക്കെട്ടി കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ നൂല് കുറച്ച് നീളത്തിന് ഇട്ടിരുന്നാൽ നമുക്ക് ഇതുപോലെ ലാസ്റ്റും കെട്ടിക്കൊടുക്കാൻ പറ്റും. അതിനുശേഷം ബാക്കി വന്ന നൂല് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ ബട്ടണും ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് വയ്ക്കുവാണ്. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് കുറച്ച് ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതുപോലെ സെൻറ്ററിൽ കുറച്ചൊരു വലിയ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ്. സ്റ്റോൺ വേണമെങ്കിലും മുത്ത് വേണമെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ചുറ്റും ആദ്യം വെച്ചത് ഒരു ഗോൾഡൻ കളർ സ്റ്റോണാണ്. ഇപ്പോൾ വയ്ക്കുന്നത് വൈറ്റ് കളർ സ്റ്റോണാണ്. അപ്പോൾ നമ്മൾ സ്റ്റോണൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കുത്തിയെടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം, ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു പഴയ നമ്മുടെ മെഷീൻ്റെ സൂചി ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്ലൂ ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് ഇതുപോലെ എടുക്കുമ്പോൾ നമ്മുടെ ആ സൂചിയിൽ ഈ സ്റ്റോണുകളെല്ലാം ഒട്ടി വരും. അപ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഇതിനി നമ്മളൊന്ന് ഉണങ്ങാൻ വയ്ക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് 2-3 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റോൺസാണ്. അപ്പോൾ നമ്മൾ നൈറ്റാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ നല്ലൊരു കറക്റ്റ് പിക്ചർ അതിങ്ങനെ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങി വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് വേറെ വേറെ കളർ സ്റ്റോൺസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഇത് 2 എണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതെല്ലാം സെൻറ്ററിൽ മാത്രം സ്റ്റോൺസ് വെച്ചതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിക്കിലോട്ട് പോവാം. ഇവിടെയും സെൻറ്ററിൽ ഇതുപോലെ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെയും നമ്മൾ സെൻറ്ററിൽ ഗ്ലൂ തേച്ച് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് ഷുഗർ ബീഡ്സ് ആണ്. അപ്പോൾ ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് ആണ്. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന്, വീഡിയോയ്ക്ക് എളുപ്പത്തിന് വേണ്ടി ഞാനിങ്ങനെ കയ്യിൽ വെച്ച് കാണിക്കുവാണ്. കയ്യിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് തറയിൽ വെച്ച് തന്നെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമ്മളിങ്ങനെ തിരിച്ച് തട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അതിൽ പറ്റിയിരിക്കും, ബാക്കിയുള്ളത് അങ്ങ് വീഴും. പിന്നെ കൈ കൊണ്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക, റൗണ്ടാക്കി വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പണിയും കൂടെ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്നും കൂടെ ഗ്ലൂ തേച്ച് കൊടുക്കാം. എന്നിട്ട് വേറെ ഏതെങ്കിലും കളറ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് വൈറ്റും അല്ല ക്രീമും അല്ലാത്ത ഒരു ഇതാണ്, ഷുഗർ ബീഡ്സ് തന്നെയാണ്. വേണമെങ്കിൽ നമുക്കിവിടെ ഗ്ലിറ്ററൊക്കെ ഉപയോഗിക്കാം, ഗ്ലിറ്റർ സീക്വൻസും ഒക്കെ യൂസ് ചെയ്യാം. ഞാനിതും ഇതുപോലെ ഇങ്ങനെ വാരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തറയിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല. ഇത് നമുക്ക് എടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പറ്റും. അപ്പോൾ മൊത്തത്തിലൊന്ന് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട് തിരിച്ച് തറയിലോട്ട് വയ്ക്കുമ്പോൾ, ടേബിളിലോട്ട് വയ്ക്കുമ്പോഴേ. ഇനി ഇപ്പോൾ ഗോൾഡൻ സ്റ്റോൺസ് ഒന്ന് ഒട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ചുറ്റുമുള്ളത് ഒട്ടിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പറ്റില്ലായിരുന്നു. ഇതിപ്പോൾ ചെയ്ത ഉടനെ ചെയ്തതുകൊണ്ട് സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ ഉണ്ട്. അവിടേക്ക് നമ്മുടെ വൈറ്റ് ബീഡ്സ് ഒട്ടിയിരിക്കണം. അത് ഞാൻ ഇതുപോലെ ഒരു സൂചിയൊക്കെ വെച്ച് ഞാൻ എടുത്ത് മാറ്റി. അധികം നിൽക്കുന്നതിനൊക്കെ തട്ടി മാറ്റി എടുത്തൊക്കെ വെച്ച് ലെവൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ഉണങ്ങി വരുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു ഷോ ബട്ടൺ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ
സെൻറ്ററിൽ മാത്രം ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തത്. അതിന് ചുറ്റും ഞാൻ കുറച്ച് വേറൊരു കളർ ഷുഗർ ബീഡ്സ് വെച്ച് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ വെച്ചതാണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രിക്കിലോട്ട് പോവാം. ഇവിടെ നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു 4 സ്ഥലത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം. അതായത് ആ ഹോള് വരുന്ന ഭാഗത്ത് 4 സ്ഥലത്തായിട്ട് തേച്ച് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്യൂബ് ബീഡ്സ് ആണ്. ഇതുപോലെ 3 എണ്ണം ചേർത്ത് വെച്ച് കൊടുക്കുകയാണ് ഈ ഒട്ടിച്ചിരിക്കുന്ന സ്ഥലത്ത്. നമുക്കിതുപോലെ സൂചിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങിയ ശേഷം ഇതിൻ്റെ പുറത്തുകൂടി, അതായത് ഈ ബീഡ്സ് ഇളകിപ്പോവാതിരിക്കാൻ ഇതിന് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കാം. അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ അകത്തൂടെ നൂല് കയറ്റിയ ശേഷം ഓരോ ബീഡ്സ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ ബീഡ്സ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ എന്ത് വേണോ ഒക്കെ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് നോട്ടോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് പുറത്തുകൂടി ഇങ്ങനെ നൂല് കോർത്ത് അകത്തുകൂടി ഇങ്ങനെ എടുക്കാം. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരിക്കലും ഇളകിപ്പോകില്ല. ഇതിലൊക്കെ ഞാൻ കുറച്ച് ഗ്ലൂയെ തേച്ചിട്ടുള്ളൂ, ഈ ഒട്ടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ എന്ത് ചെയ്താണ്, ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ്. അവിടെ പശ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ വൈറ്റ് ബീഡ്സ് വെച്ച് വയ്ക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് രണ്ടാമത് ഗ്ലൂ തേച്ചിട്ട് വെച്ചത്. കണ്ടില്ലേ, ഇവിടെയാണ് നൂല് മാത്രം ചുറ്റി കൊടുത്തത്, തയ്ച്ച് മാത്രം വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്താലും മതി, നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിനൊരു വൈറ്റ് ബീഡ്, വൈറ്റ് അല്ല വൈറ്റ് പേള് വെച്ചപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായത് കേട്ടോ, ബ്ലാക്ക് വെച്ചതിനേക്കാളും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ട്രിക്കിലോട്ട് പോകാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് ആങ്കർ ത്രെഡാണ്. 3 സ്റ്റാൻഡ്സ് ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടിയിൽ അറ്റത്ത് കെട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ തടയാതിരിക്കാൻ കുറച്ച് നീളം കൂട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കെട്ടിട്ട് കൊടുക്കുമ്പോൾ ആ നൂലിനോട് ചേർത്ത് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ഹോളിലോട്ട് പോവുകയാണ്. ഏകദേശം ഒരു പെറ്റലിൻ്റെ ഷേപ്പും വലിപ്പം ആകുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് അടുത്ത ഹോളിലോട്ട് പോവാം. നമ്മൾ ചെറിയ ബട്ടണാണ് എടുത്തതെങ്കിൽ ചെറിയ പെറ്റൽസ് മതി, വലിയ ബട്ടണാണെങ്കിൽ വലിയ പെറ്റൽസ്. അപ്പോൾ നമ്മൾ നോക്കുക, ഏകദേശം ഒരു പെറ്റലിനൊരു ഫില്ലിങ് കിട്ടുമ്പോൾ നിർത്താം. എന്നിട്ട് നമ്മൾ അടുത്തതിലോട്ട് പോയി. അപ്പോൾ നമ്മൾ അടുത്തതിലോട്ട് പോകുമ്പോൾ അടിയിൽ നിന്ന് തന്നെ പോകുന്നതാണ് നല്ലത് കേട്ടോ. ഇവിടെ ഇടയ്ക്ക് ചെയ്തപ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന പെറ്റലിൽ മുകളിൽ നിന്ന് തന്നെ പോയി. അപ്പോൾ കുറച്ചൊരു ഫിനിഷിങ്ങിൻ്റെ കുറവ് വരും അങ്ങനെ ചെയ്താൽ.
ഇനി നമുക്ക് ലാസ്റ്റ് പിടിച്ച് കെട്ടിക്കൊടുക്കാം. ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ട നൂല് അവിടെ കിടപ്പുണ്ട്, അപ്പോൾ അതിനോട് ചേർത്ത് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിൽ സെൻറ്ററിൽ ഞാൻ ബീഡ്സാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ബീഡ്സ് വെച്ചിട്ട് കെട്ടിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഒന്നേന്ന് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. അപ്പം 2 ഹോളിൽ കൂടെ മാത്രം ഇട്ടാൽ അതൊരു കറക്റ്റ് സെൻറ്ററിൽ വരില്ല. അതുകൊണ്ട് 4 ഹോളിൽ കൂടിയും സൂചി നൂലും കയറ്റി ഇതുപോലെ നമ്മൾ ബട്ടൺസ് എങ്ങനെയാണോ ഡ്രസ്സിൽ വെക്കുന്നത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ ഇതിന് പകരം ഒന്നുകിൽ ഫ്രഞ്ച് നോട്ട് വയ്ക്കാം, അല്ലെങ്കിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ എന്ത് വേണോ ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നല്ലൊരു പിക്ചർ സൈഡിൽ വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ, അതുകൊണ്ടാണ്. പകലെടുക്കുമ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഒരെണ്ണം ഞാനിതിൽ ഡബിൾ ഷെയ്ഡ് നൂലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതാണ് ഞാനിപ്പോൾ കൈവിരൽ വെച്ചേക്കുന്നത്. ഇനി ഇതാ ഇത് കണ്ടില്ലേ, നമ്മൾ ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എന്താണ് സ്റ്റോൺസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് ആദ്യത്തെ 2 എണ്ണം. പിന്നെ മറ്റത് സ്റ്റോൺസ് ഒട്ടിച്ചതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ ഓറഞ്ച് കളർ സ്റ്റോൺസ് വരുന്നത് ഒട്ടിച്ചത് കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്. ഇതിന് നമുക്ക് ഡ്രസ്സിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു കുട്ടികളുടെ ഒരു ടീഷർട്ടാണ്. അപ്പോൾ ഇതിൽ സെൻറ്ററിലിരുന്ന ബട്ടർഫ്ലൈ കളയിപ്പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒരു ഇത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടിട്ടേക്കുന്നുണ്ട്. നമുക്ക് ഈ കെട്ടിൽ കൂടി ഇങ്ങനെ ഇട്ടിട്ട് വീണ്ടും തുണിയിൽ ഇങ്ങനെ കോർത്ത് കൊടുക്കാം. ഓരോ സ്റ്റിച്ച് ഇടുമ്പോഴും നമ്മൾ ആ കെട്ടിട്ടേക്കുന്ന നൂലിൽ കൂടി ഇങ്ങനെ കയറ്റിയിട്ട് ചെയ്താൽ നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും. നമ്മൾ ഒട്ടിച്ച് മാത്രം കൊടുത്താൽ പെട്ടെന്ന് ഇളകി പോകും. അപ്പോൾ ഈ ടീഷർട്ടിൻ്റെ സെൻറ്ററിൽ തന്നെയും മുകളിലിരിക്കുന്ന ബട്ടർഫ്ലൈ പോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 1-2 വാഷ് കഴിഞ്ഞപ്പോൾ അത് കാണാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ അത് അവിടെ തന്നെ ഇരിക്കും. പെട്ടെന്നൊന്നും അങ്ങനെ ഇളകി പോകത്തില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഷോ ബട്ടനും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.